Assalamualaikum dear friends, welcome back to Shamys curryworld. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് Aavyil വെച്ചിട്ട് ഒരു മധുരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഈ അടിപൊളി മധുരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് അവിലാണ് ഞാൻ ഇതിൽ നിന്നും എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചായ ഗ്ലാസ് ആണോ അളവ് ഗ്ലാസ് ആയിട്ട് എടുക്കുന്നത് എങ്കിൽ ആ അളവിന് വേണം 3 ഗ്ലാസ് അവിൽ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ആ അളവിൽ തന്നെ, ആ കപ്പിന്റെ അളവിൽ തന്നെ എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 250 ml കപ്പിന്റെ അളവിലാണ് 3 കപ്പ് അവിൽ എടുത്തിട്ടുള്ളത്. വെള്ള അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണോ ഉള്ളത് അതെടുക്കാം. ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 കപ്പ് അവിലിട്ട് കൊടുക്കാം. രണ്ടാമത്തെ കപ്പ് ഇട്ട് കൊടുത്തു. മൂന്നാമത്തെ കപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ അവിലൊന്ന് കൈ പിടിച്ച് നോക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ പൊടിഞ്ഞു വരണം. ഒരു 2 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് ആയപ്പോൾ ഇതുപോലെ ചുരുങ്ങി. പക്ഷെ കൈ കൊണ്ട് നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞൊന്നും വരത്തില്ല. അപ്പോൾ 1 മിനിറ്റും കൂടെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ നല്ലോണം പൊടിഞ്ഞു വരും. ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലോട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമുക്ക് ഈർപ്പമൊന്നുമില്ലാത്ത ഒരു പാത്രത്തിലോട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നല്ലോണം തണുത്തിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വറുത്ത് മാറ്റി വെച്ച അവിൽ നന്നായിട്ട് തണുത്ത് വന്നിട്ട് തണുത്തതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. അതും ഡ്രൈ ആയിട്ടുള്ള മിക്സി എടുക്കുക. ഈർപ്പമൊന്നും പാടില്ലാത്ത മിക്സി വേണം എടുക്കുക. അതിലോട്ട് ഈ അവിൽ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ അവിൽ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ അവിൽ പൊടിച്ച് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ഷൈനിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുത്താലും മതി. ഒന്ന് കുറുകി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് കുറുകി കിട്ടുകയും ചെയ്യും. നല്ലൊരു തിളക്കവും കിട്ടും നമ്മുടെ ഹൽവയ്ക്ക്. ഈ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടി എടുത്താലും മതി. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു കടായി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് ആ കപ്പിന് 4 കപ്പ് വെള്ളം എടുക്കുക. 1 കപ്പ് ഒഴിച്ചു. രണ്ടാമത്തെ കപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 3, 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം നമുക്ക്. അപ്പോൾ ഞാൻ ഈ വെള്ളം തിളപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചസാര പാനി ഒന്ന് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം എന്താ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുത്താലും മതി. ഞാനിപ്പോൾ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. പഞ്ചസാര ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അലിഞ്ഞു കിട്ടും പഞ്ചസാര. അപ്പോൾ പഞ്ചസാര നല്ലോണം തിളച്ച് വന്ന് പഞ്ചസാര എല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പുളിപ്പ് രസം, ഒരു ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൽവയൊക്കെ കഴിക്കുമ്പോൾ ചെറിയൊരു പുളിപ്പ് രസം കാണുമല്ലോ, അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീരാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പഞ്ചസാര പാനി ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര പാനി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി എടുക്കുക. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിൽ വേണമെങ്കിൽ എടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നെയ്യ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കി വന്ന ഇതേ നേരം തന്നെ നമ്മുടെ അവിലും കോൺഫ്ലവറും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ അവിലും കോൺഫ്ലവറും കൂടെ നമുക്ക് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
ഓൾറെഡി നമ്മൾ അവൽ വറുത്തതാണ്, എങ്കിൽ കൂടി ഒരു നെയ്യിൽ കിടന്നിട്ട് 1 മിനിറ്റും കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ച പഞ്ചസാര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴും നല്ല ചൂടാണ്, പതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാൻ. മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവൽ കട്ടയൊന്നുമില്ല, നല്ലോണം നമുക്ക് മിക്സായി കിട്ടണം. അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ പഞ്ചസാര പാനി ഒഴിക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര പാനി ബൗളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ച മിക്സ് അതിലോട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇളക്കിയെടുത്താലും മതി. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അഥവാ നിങ്ങൾക്ക് കട്ടയൊന്നും പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാഷർ വെച്ചിട്ട് ഒന്ന് മാഷ് ചെയ്ത് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി വരുമ്പോൾ അങ്ങ് മിക്സ് ആയിക്കോളും. ചൂടാകുമ്പോൾ ആ കട്ടകളെല്ലാം ഉടഞ്ഞ് വന്നോളും. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഉടഞ്ഞ് കിട്ടുന്നില്ല, കട്ടകളൊന്നും ഉടഞ്ഞ് കിട്ടുന്നില്ല, ഒരു പക്ഷേ അങ്ങനെയൊന്നും കട്ടകളൊന്നും ഉടഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. പക്ഷേ നമുക്കിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കട്ടയെല്ലാം ഉടഞ്ഞ് കിട്ടും. ഉടഞ്ഞ് കിട്ടാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്. ഉടഞ്ഞ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് നമുക്ക് കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് പാൻ അടിയിൽ കാണുന്ന രീതിയിൽ ആയിട്ടുണ്ട്. ഫ്ലെയിം ഞാൻ കൂട്ടി തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ചെറിയ ചെറിയ കട്ടകളെല്ലാം നമ്മൾ ഉടഞ്ഞങ്ങ് വന്നോളൂ. നമുക്ക് ചൂടായി വരും തോറും ഈ ചെറിയ ചെറിയ കട്ടകളൊക്കെ അങ്ങ് ഉടഞ്ഞ് വന്നോളൂ. അപ്പോൾ നല്ലോണം എന്താ കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കൂട്ടി തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് കൈ വിടാതെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അതുകൊണ്ട് ആദ്യമൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഫ്ലെയിം കൂട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒന്നും കൂടി നമുക്ക് കുറുകി വരുമ്പോൾ മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം. ഇപ്പോഴും ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഇളക്കിയിട്ടുണ്ട്. അതാ ഇപ്പോൾ ആയി വരാറായി. അപ്പോൾ നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏലക്കയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി. ഇപ്പോൾ പൊടി ആയതുകൊണ്ട് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ എടുത്തത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഏലക്ക മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 സ്പൂൺ ഏലക്കപ്പൊടി എടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു ഹൽവയുടെ ടെക്സ്ചർ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ഒരു തുള്ളി കളർ ചേർക്കാൻ പോവുകയാണ്. ഒരു ഓറഞ്ചിൻ്റെ കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് കളർ നിർബന്ധമല്ല എന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു തുള്ളി ഒഴിച്ചപ്പോൾ കളർ വന്നിട്ടില്ല. അപ്പോൾ ഒരു തുള്ളിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. 2 തുള്ളിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടി കളറാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു പൊടി കളർ ഇട്ട് കൊടുത്താലും മതി. ഇപ്പം നല്ല കാണുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച കാഷ്യൂ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ എള്ളും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എള്ള് വേണമെന്ന് ഒരു നിർബന്ധമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അവസാനം നമ്മൾ എല്ലാ പണിയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ തന്നെ ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തത്. ഒരുപാടൊന്നും ഞാൻ നെയ്യ് ചേർത്തിട്ടില്ല. ആകെ 3 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ആയിട്ടുണ്ട്. മൊത്തം ടോട്ടൽ 15 മിനിറ്റാണ് എനിക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ നെയ്യ് തടവി വെച്ചിട്ടുള്ളത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതായോന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൽവ എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ ഉരുട്ടി നോക്കുമ്പോൾ നമുക്ക് ആയി കിട്ടും, ഉരുണ്ട് കിട്ടും. അതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. നമുക്ക് നെയ്യ് തടവിയ പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു തടിത്തവിയുണ്ടോ ഒരു സ്പാച്ചിലുണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ലെവൽ ചെയ്ത് കൊടുക്കണം. എല്ലാ വശവും ഒരുപോലെ നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ എല്ലാം ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം റൂം ടെമ്പറേച്ചർ ഇരുന്ന് തന്നെ തണുത്തിട്ട് വരണം. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ തണുത്ത് വന്നിട്ടുണ്ട്.
1 മണിക്കൂർ ആകുമ്പോൾ തന്നെ ഇത് നല്ലോണം തണുത്ത് വരും. എനിക്കിവിടെ 2 മണിക്കൂർ ഞാൻ എടുത്തു, വെറുതെ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ആ സൈഡൊന്നും വിടിയിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അതാ വിട്ട് വന്നോളും. അങ്ങനെ വിടിയിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ശർക്കര വെച്ചിട്ടുള്ള ഹൽവ ചെയ്യുമ്പോഴാണ് ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ പറയുന്നത്. കൂടുതൽ ടേസ്റ്റും കൂടുതൽ കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഹൽവ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം തണുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് സെറ്റായി വന്നുള്ളൂ. നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഓറഞ്ച് ഹൽവയില്ലേ, കടിച്ച് കഴിക്കാൻ പറ്റുന്ന അതേമാതിരി ടേസ്റ്റാണ് ഇത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അവിൽ വെച്ചാണ് ചെയ്തതെന്ന് പറയുകയില്ല. നമുക്കിനി ഡീമോൾഡ് ചെയ്യാം. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പം നല്ല ഷേപ്പായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഹൽവ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഹൽവ കഴിക്കണമെന്ന് തോന്നിയാൽ ഇനി ബേക്കറിയിൽ പോയി കെമിക്കലൊന്നും വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ കിടക്കുന്നുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്